സ്വാതന്ത്ര്യ സമരത്തിന്റെ രണവീഥികളിൽ പൊലിഞ്ഞുപോയ നക്ഷത്രങ്ങളെ സ്മരിക്കാം. ഒപ്പം വർഷം തോറും ഈ ഗുരുവായൂരപ്പ സന്നിധിയിൽ സ്വാതന്ത്ര്യദിനത്തിൻ്റെ അന്ന് ലോകസമാധാനത്തിനും ഭാരതത്തിൻ്റെ അഖണ്ഡതയ്ക്കും വേണ്ടി നാദബ്രഹ്മത്തിൻ്റെ കലാകാരന്മാരും ഇതിൽ പങ്കെടുക്കുന്ന മറ്റ് പിന്നണി ഗായകരും ചേർന്നൊരുക്കുന്ന 12 മണിക്കൂർ നീളുന്ന സംഗീതാർച്ചനയുടെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ഈ വേദിയിൽ ഇപ്പോൾ നടക്കുവാൻ പോകുന്നത്. ഈ സംഗീതാർച്ചന ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്യുവാൻ വേണ്ടി ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സൂര്യയുടെ സാരഥി ശ്രീ സൂര്യ കൃഷ്ണമൂർത്തി അവർകളെ ഹാർദപൂർവം ഈ വേദിയിലേക്ക് ഞാൻ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. അധ്യക്ഷപദം അലങ്കരിക്കുവാൻ വേണ്ടി ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള ചിന്മയ എഡ്യൂക്കേഷണൽ ഡയറക്ടർ ഡോക്ടർ ജി മുകുന്ദൻ സാർ അവരെ ഹാർദമായി വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എല്ലാ വർഷത്തെ പോലെയും ഈ വർഷം ഞങ്ങളുടെ നാദബ്രഹ്മത്തിന്റെ പുരസ്കാരം നൽകി ഞങ്ങൾ ആദരിക്കുന്നത് ലോകപ്രശസ്ത സംഗീതജ്ഞനായ ശ്രീ പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് അവർകളാണ്. അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ വേദിയിലേക്ക് അദ്ദേഹത്തെ ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ആശംസ അർപ്പിക്കുവാൻ ഇവിടെ എത്തിച്ചിട്ടുള്ള പ്രശസ്ത ഗാനരചയിതാവ് ശ്രീ ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടി അവർകളെ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ആശംസ അർപ്പിക്കുവാനായി എത്തിച്ചേരാൻ എന്നേറ്റിട്ടുള്ള പ്രശസ്ത സംഗീത സംവിധായകൻ ശ്രീ ടി.എസ്. രാധാകൃഷ്ണജി ഉടൻ തന്നെ ഇവിടെ എത്തുകയാണ്. അദ്ദേഹത്തിനും ഈ അവസരത്തിൽ ഞാൻ ഹാർദമായി വേദിയിലേക്ക് സ്വാഗതം അർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ പ്രശസ്ത ഗാനരചയിതാവ് ശ്രീ പി സി അരവിന്ദൻ അവർകൾ ഉടൻ തന്നെ ഇവിടെ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെയും ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഞങ്ങളുടെ എല്ലാമായ സൂര്യയുടെ ഗ്ലോബൽ കോർഡിനേറ്റർ ശ്രീ റഫീഖ് യൂസഫിനും ഈ അവസരത്തിൽ ഞാൻ വേദിയിൽ സ്വാഗതം അർപ്പിക്കുകയാണ്.
ഗുരുവായൂരപ്പൻ്റെ നാമധേയത്തിൽ ഈ മഹൽ കർമ്മം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുക മാത്രം ഞാൻ ചെയ്യുന്നു. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. നന്ദി, നമസ്കാരം. സൂര്യകൃഷ്ണമൂർത്തി സാറിന് പൊന്നാട അണിയിക്കുന്നതിനായി പ്രസിഡന്റ് ശ്രീ സോമശേഖർജിയെ ക്ഷണിക്കുന്നു. സൂര്യകൃഷ്ണമൂർത്തി സാറിന് മൊമെന്റോ നൽകുന്നതിനായി ശ്രീ AK തോപ്പലിനെ ക്ഷണിച്ചുകൊള്ളുന്നു. സന്ദേശം നൽകുന്നതിനായി പരമേശ്വരൻ അടാട്ടിനെ ക്ഷണിക്കുന്നു.